ഇരു ഹറമുകളിലെല്ലാം 20 റക്അത്താണല്ലോ നമസ്കരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 റക്അത്താണ് നമസ്കരിച്ചിരുന്നത് എങ്കിൽ ഹറമുകളിലും അതല്ലേ നടപ്പിലാക്കേണ്ടിയിരുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന്? ഇരു ഹറമുകളിലും മുമ്പ് അപ്രകാരം നടന്നിരുന്നു. ഇപ്പൊ 20 റക്അത്താണ് നടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. രാത്രി നിസ്കാരത്തിന്റെ എണ്ണം അത് നിർണയിക്കപ്പെട്ട നിസ്കാരമാണ്. എണ്ണം നിർണയിക്കപ്പെട്ട നിസ്കാരമാണോ, എണ്ണം നിർണയിക്കപ്പെട്ടതല്ലേ എന്ന അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിൽ ഈ ഒരു വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്. എണ്ണം നിർണയിക്കപ്പെട്ട നിസ്കാരമാണ് രാത്രി നമസ്കാരം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അത് 11 റക്അത്താണ് നിസ്കരിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. അതിനുള്ള തെളിവ് മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിച്ച മാകാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അ എന്ന് പറയുന്ന, റമളാനിലോ അല്ലാത്ത കാലങ്ങളിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്തിൽ കൂടുതൽ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്ന ഹദീസാണ്. ഇത് ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിലെ കിതാബ് തറാവീഹിലും അതുപോലെ തന്നെ കിതാബ് തഹജ്ജുദിലുമെല്ലാമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇമാം ബുഖാരി റഹിമഹുല്ലാ കിതാബ് തറാവീഹ് അഥവാ തറാവീഹിന്റെ അധ്യായം എന്ന അധ്യായത്തിൽ അതിന്റെ തെളിവായിക്കൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുമുള്ള ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ വിഷയത്തിൽ ഈ ഹദീസിനെ വിശദീകരിക്കുന്ന ഭാഗത്ത് മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ അതല്ലെങ്കിൽ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലോ 20 റക്അത്ത് നിസ്കരിച്ചു എന്നൊക്കെ പറയുന്ന റിവായത്തുകളൊക്കെ ലഈഫാണ് എന്ന് കൃത്യമായി പറയുന്നതും കാണാൻ സാധിക്കും. രണ്ടാമത്തെ അഭിപ്രായം, രാത്രി നിസ്കാരം എന്നുള്ള നിലയ്ക്ക് രാത്രി നമസ്കാരത്തിന് പ്രത്യേകമായി കൊണ്ട് എണ്ണമില്ല, എണ്ണം നിർണയിക്കപ്പെട്ടതല്ല എന്നതുകൊണ്ട് തന്നെ അത് വേണമെങ്കിൽ 11 നിസ്കരിക്കാം, 13 നിസ്കരിക്കാം, 15 നിസ്കരിക്കാം, 17 നിസ്കരിക്കാം, 23 നിസ്കരിക്കാം, 33 നിസ്കരിക്കാം. എത്രയാണോ ഒരാൾക്ക് രാത്രി നിസ്കരിക്കാൻ കഴിയുക അത് രണ്ട് റക്അത്തായിക്കൊണ്ട് നിസ്കരിച്ച് 2 റക്അത്തുകളായിക്കൊണ്ട് നിസ്കരിച്ചുകൊണ്ട് അത് ഒറ്റയിൽ അവസാനിപ്പിക്കുന്ന രീതി തുടരുക എന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരു ഹറമുകളുടെയും വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരു ഹറമുകളുടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അവർ ഈ നിസ്കാരത്തിന് പ്രത്യേകമായിക്കൊണ്ട് എണ്ണം നിർണയിക്കപ്പെട്ട നിസ്കാരമല്ല എന്ന അഭിപ്രായമുള്ള പണ്ഡിത വിഭാഗമാണ് അവിടെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവര് റമദാനിലെ ആദ്യത്തെ 10 എത്ര നിസ്കരിച്ചു അതിനേക്കാൾ അവസാനത്തെ 10 വരുമ്പോൾ വീണ്ടും അതിനേക്കാൾ 10 റക്അത്തും 11 റക്അത്തും ഒക്കെ കൂടുതൽ നിസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 20 റക്അത്തിൽ കൂടുതൽ നിസ്കരിച്ചാലും തറാവീഹ് ആവുകയില്ല, 20-ൽ കുറവ് നിസ്കരിച്ചാലും തറാവീഹ് ആവുകയില്ല എന്ന ഒരു ലോകത്താർക്കും തന്നെ പരിചയമില്ലാത്ത രൂപത്തിലുള്ള ചർച്ചകളുമായി കൊണ്ട് ചില ആളുകൾ കടന്നു വന്നപ്പോഴാണ് ആ കാര്യം നമ്മൾ 23 ആണ് നിസ്കരിക്കേണ്ടത്, 23-നെ അത് 23-ൽ പരിമിതപ്പെടുത്തുന്ന, അതിനേക്കാൾ കൂടാനും പാടില്ല കുറയാനും പാടില്ല എന്ന് പറയുന്ന വാദത്തെയാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്ക കാലഘട്ടം മുതൽക്ക് തന്നെ മഹാനായ കെ എം മൗലവി റഹിമഹുല്ലയുടെയും അതുപോലെ തന്നെ MCC അബ്ദുറഹ്മാൻ മൗലവി റഹിമഹുല്ലയുടെയൊക്കെ ഇടയിൽ തന്നെ ഈ എണ്ണങ്ങളുടെ വ്യത്യാസങ്ങൾ, എണ്ണങ്ങളുടെ വിഷയത്തിൽ അവർക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാൻ കഴിയും. ഇപ്പൊ നമുക്കറിയാം കേരള KJUവിന്റെ അഥവാ കേരള ജമിയത്തുൽ ഉലമയുടെ 1ാമത്തെ പ്രസിഡന്റാണ് മഹാനായ കെ എം മൗലവി റഹിമഹുല്ല. അദ്ദേഹം 11-ൽ കൂടുതൽ നിസ്കരിക്കാമെന്ന അഭിപ്രായമുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സതീർത്ഥ്യനായ മഹാനായ MCC അബ്ദുറഹ്മാൻ മൗലവി 11 റക്അത്തിൽ കൂടുതൽ നിസ്കരിക്കൽ ബിദ്അത്താണ് എന്നുള്ള അഭിപ്രായമുള്ള ആളുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിലെ പഴയ കാലത്തെ മഹാപണ്ഡിതന്മാർക്കിടയിൽ തന്നെ ഈ 2 വീക്ഷണങ്ങളും ഉണ്ടായിരുന്നു എന്നതാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം അതല്ലെങ്കിൽ സലഫികൾ, കേരളത്തിലെ സലഫികൾ പ്രത്യേകിച്ചും എതിർത്തിട്ടുള്ളത് 20 റക്അത്ത് എന്നതിനെ എതിർത്തിട്ടുള്ളത് അത് ലോകത്തെവിടെയും ഇല്ലാത്ത ഒരു പുതിയ രൂപത്തിലുള്ള ചർച്ചകളുമായി കൊണ്ട് അവിടെയുള്ള സമസ്തക്കാർ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.